ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സേമിയം കൊണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ചെമ്മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടി 2 വലിയ ഉള്ളി, 2 ചെറിയ തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചിയും പച്ചമുളകും, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കൊരു തട്ട് വെച്ച് മസാല തയ്യാറാക്കാം. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ചെമ്മീൻ പൊരിച്ചതിൻ്റെ ബാക്കി നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉള്ളി ഇതാ വറുത്ത് ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതൊന്ന് നല്ലോണം വെന്തോട്ടെ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മാഗി മസാല എടുത്തിട്ടുണ്ട്, ഇപ്പിൻ്റെയാണ്. ഇനി ആ പൊടികളും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിടുക ഗ്യാസ്. എന്നിട്ടൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് മസാല ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആ പൊരിച്ച ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനലിലെ ബാക്കിയുള്ള വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇതാ വറുത്തിട്ടുള്ള ഈ സേമിയാണ് 2 പാക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. ആ 2 പാക്കറ്റ് സേമിയയും കൂടി ഒരു പാട്ടേ ഉള്ളത്. ഇനി നമുക്ക് സാധാരണ നെയ്ച്ചോറ് കാച്ചും പോലെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു മുറി ഉള്ളിയും കറാമ്പും കറുവപ്പട്ടിയും ഇട്ടിട്ട് വറുത്തെടുക്കാം. നിങ്ങൾ വാങ്ങുന്നത് വറുക്കാതെ സേമിയാണെങ്കിൽ ഒന്ന് നല്ലോണം കരിയാണ്ട് വറുത്ത് കൊടുക്കണേ. ഉള്ളി ഒന്ന് പച്ചമണം മാറിയിട്ടാകുമ്പോൾ സേമിയ അളന്നെടുത്ത പാട്ടയിൽ തന്നെ ഒരു പാട്ടിയും അരപ്പാട്ടിയും വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പാട്ട സേമിയത്തിന് 1.5 പാട്ട വെള്ളമാണ്. പിന്നെ ആ മാഗി തന്നെ കിട്ടുന്ന ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് സിർക്കയും പിന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ട് ഈ ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വേകാനുണ്ട്. ഒന്നും കൂടി മൂടി അടച്ചു വെച്ച് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ സേമിയ എടുക്കുന്നതിന് കണക്കായിട്ടായിരിക്കണം വെള്ളം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. സേമിയ എടുക്കുന്ന പാത്രത്തിന് തന്നെ അളന്നെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ സേമിയൻ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.